ഏത് പണ്ഡിതനാണ് പറഞ്ഞത് എന്നല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ഒരാൾ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഉത്തരം ചെയ്യാൻ കഴിയുമെന്ന രൂപത്തിൽ പറയുകയില്ല, അത് ശിർക്കാണ് എന്നല്ലേ പറഞ്ഞത്? ലോകമേ പഠിക്കുക, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബാണ് പറയുന്നത്. ഈ നിങ്ങൾ വിളിച്ചാൽ കേൾക്കൂല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല എന്ന് പറയുന്നതിൽ അമ്പിയാക്കൾ പെടുകയില്ല. എന്തുകൊണ്ട്? ആ ആയത്ത് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി പറയുകയാണ്, എന്നെ ഖബറിന്റെ സമീപത്ത് വന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, ഞാൻ മറുപടി പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വിയർത്തിട്ട് കാര്യമില്ല, ഒച്ചുണ്ടാക്കിയിട്ടും കാര്യമില്ല, ഇനിയിപ്പോ ജിന്നിനെ വിളിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ പറയൂ, ഈ സനദിൽ രണ്ട് ന്യൂനതകളുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങളെ ഇത്തിഹാദൊന്നല്ല, റിജാലുഹു റിജാലു സ്വഹീഹ്. ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇവിടെ സനദുകൾ മുഴുവൻ നിങ്ങൾ വായിച്ചോ? ആ ഹദീസ് വന്ന സനദുകൾ മുഴുവൻ നിങ്ങൾ വായിച്ചോ? ആ സനദിലുള്ള ആളുകൾ സ്വീകാര്യരാണെന്ന് നിങ്ങൾ തെളിയിച്ചോ? തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ആദ്യം ഇബ്നു അസാക്കിർ വായിച്ചു, പിന്നെ മജ്മഉ സവായിദ് വായിച്ചു, ഇപ്പൊ അബൂ യഅലയുടെ ഹദീസ് വായിച്ചു എന്നല്ലാതെ സ്വീകാര്യരാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ നാം വ്യവസ്ഥയിൽ എഴുതിയതുപോലെ പ്രമാണങ്ങൾ സ്വഹീഹായ ഹദീസാണ്. ഈ ഹദീസ് സ്വഹീഹല്ല, അതിന് ന്യൂനതകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആവർത്തിക്കുന്നു, ന്യൂനതകളുണ്ട്. പക്ഷേ ആ ന്യൂനതകൾ പറയണമെങ്കിൽ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ തെളിയിക്കണം. 2, ഇതുമായി വന്ന മുഴുവൻ സനദുകളും നിങ്ങൾ വായിക്കണം. 3, ഇതുമായി ബന്ധപ്പെട്ട് വന്ന മുഴുവൻ മത്നുകളും നിങ്ങൾ വായിക്കണം പൂർണ്ണമായി. ചെയ്തിട്ടില്ലല്ലോ, ചെയ്യുകയില്ലല്ലോ, ചെയ്യാൻ കഴിയുകയില്ലല്ലോ. കാരണം ഈ ആളുകളുടെ മുമ്പിൽ വഷളാകാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ പറഞ്ഞ ഹദീസിന്റെ പൂർണ്ണ ഭാഗം വായിച്ചാൽ, അതിന്റെ മുഴുവൻ സനദുകളും വായിച്ചാൽ അത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവല്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ബോധ്യപ്പെടും. ന്യൂനത എവിടെ മൗലവി? 7 മിനിറ്റ് പ്രസംഗിച്ചു എന്നല്ലാതെ ഒരു ന്യൂനത ചൂണ്ടിക്കാണിച്ചാൻ കഴിഞ്ഞോ? വലിയ വിടൽസ് എന്താണെന്നറിയോ? ഞാൻ നിങ്ങളുടെ സനദ് വായിച്ചാൽ ന്യൂനത കാണിച്ചു തരും. സനദങ്ങ് വായിച്ചു, ന്യൂനത കാണിച്ചു തന്നോ? അപ്പൊ പറയാണ് എല്ലാ സനദും വായിക്കണോ? അത് എവിടത്തെ ഉസൂല? ആരേക്ക് പഠിപ്പിച്ചെന്നത്? ഒരു ഹദീസ്, ഒരു ഇമാമ് ഇന്ന ആൾ പറഞ്ഞു, സ്വീകാര്യോഗ്യമായിട്ട് ഒറ്റ സനദ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു എന്ന് വന്നാൽ അത് മുസ്ലിം സമൂഹത്തിന് രേഖയാണ്. അതാണ് സ്വഹീഹായ ഹദീസ് എന്ന് എഴുതി വെച്ചത്. കുടുങ്ങി. ഇങ്ങനെ തന്നെ കുടുങ്ങല്. നിങ്ങൾക്ക് പറ്റിപ്പോയി. ഇനി പിടിച്ചോ അടുത്തത്. നിങ്ങൾ താരീഖ് ഇബ്നു അസാക്കിർ, അവിടെ നിന്നാണ് തുടക്കം. മജ്മഉ സവായിദ് 2, അബൂ യഅല 3. ഇനി അടുത്തത് വരാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം അൽബാനി. അത് ഇനി നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ, സ്വഹീഹായ ഹദീസുകൾ മാത്രം പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അതാ പറയുന്നു കേട്ടോ, ഇതിന്റെ 2733ാമത്തെ ഹദീസ്. എന്നിട്ട് പറഞ്ഞു, ഈ ഹദീസിന്റെ മത്ന് മുഴുവൻ വായിക്കണം. വായിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ ആവശ്യമുള്ളത് ഞങ്ങൾ വായിച്ചു കളഞ്ഞു. അത് വായിച്ചു തന്നിട്ടുണ്ട്. രേഖ എന്താണ്? ഞങ്ങളുടെ ഭാഗം നിങ്ങൾ നിർവചനം പൊളിക്കലാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ആ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ എന്തായി പോകും? അത് ശിർക്കാണ്, പ്രാർത്ഥനയാണ്. അത് പൊളിഞ്ഞു. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന വ്യക്തി വിളിക്കുകയില്ല എന്നല്ലേ നിങ്ങളുടെ വാദം? പൊളിഞ്ഞില്ലേ മൗലവി? എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാ സനദും വായിക്കണം. അത് ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നത്? പുതിയ ഉസൂലികൾ ഉണ്ടാക്കല. ഞങ്ങൾ പറഞ്ഞ സനദിന് എന്താണ് കുഴപ്പം? എന്നിട്ട് എന്താ അൽബാനി പറഞ്ഞത് കേട്ടോ? അഖ്റജഹു അബൂ യഅല ഫീ മുസ്നദിഹി. ഈ ഹദീസിനെ അബൂ യഅല മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സദസ് അഹ്മദ് ഇബ്നു ഈസ അഖ്ബറന ഹദ്ദതന ഇബ്നു വഹബ് അൻ നബി സഖർ അൻ സഈദ് അൽ
المقبري رضي الله عنه أخبره أنه سمع أبا هريرة എന്ന് പറഞ്ഞിട്ട് സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നു. ഖുൽതു അൽബാനിയാണ് പറയുന്നത് വഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ, ഇത് ഏറ്റവും നല്ല ഇസ്നാദാണ്. പോരാ, റിജാലുഹു കുല്ലുഹും തിഖാത്ത്, ഇതിന്റെ പരമ്പരയിലെ മുഴുവൻ ആളുകളും വിശ്വസ്തരാണ്. പോരാ, ആരെങ്കിലും ആരോപിച്ചാൽ നിങ്ങൾ വിടുന്നില്ല. റിജാലു ശൈഖൈനി, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള റിജാലാണ്. ആരൊഴികെ? അഹ്മദ് അബൂ സഖർ ഒഴികെ. അദ്ദേഹമോ ഫമിൻ റിജാലി മുസ്ലിം, മുസ്ലിമിന്റെ റാവികളിൽപ്പെട്ട ആളാണ്. അപ്പൊ സ്വഹീഹ് മുസ്ലിമിന്റെയും റാവിയുടെയും മുഴുവൻ റിജാലുകളുമുള്ള ഏറ്റവും പ്രസിദ്ധമായ ഹദീസാണ് ആലുവ സംവാദത്തിൽ കൊണ്ടുവന്നത്. ഇല്ല മൗലവി, ഇത്ര കൃത്യമായി വായിച്ചു തന്നിട്ട് ഞങ്ങൾ വായിച്ച സനദിൽ എവിടെയാണ് കുഴപ്പം? ഞാൻ എന്റെ ആദ്യത്തെ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഈ ഹദീസിന്റെ സനദ് ഞങ്ങൾ വായിച്ചു തന്നു, വ്യക്തമാണ്. നിങ്ങളുടെ അൽബാനി തന്നെ പറഞ്ഞു. ആരാണ്? അബൂ യഅല ഇമാം പറയാണ്, അഹ്മദ് ബിൻ ഈസ എന്നോട് പറഞ്ഞു. അഹ്മദ് ബിൻ ഈസ ബുഖാരിയുടെ റാബികളിൽപ്പെട്ട ആളാണ്, ഏറ്റവും വിശ്വസ്തനാണ്. ആരാ പറയുന്നത്? അൽബാനിയാണ് പറയുന്നത്, ഞാനല്ല. 2 ഇബ്നു വഹബ്, അദ്ദേഹം ബഹുമാനപ്പെട്ട ഇബ്നു വഹബ് എന്ന മഹാൻ ബുഖാരിയുടെ ഉസ്താദാണ്, മുസ്ലിമിന്റെയും ഉസ്താദാണ്, ലോകത്ത് തർക്കമില്ല. പിന്നെ ആരാണ് പറഞ്ഞത്? അബൂ സഖർ. അബൂ സഖർ എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ഉസ്താദാണ്, ലോകത്ത് തർക്കമില്ല. സഈദുൽ മഖ്ബൂരിയാണ് വേറെ ഒരു റാവി, അദ്ദേഹം സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ആളാണ്, തർക്കമില്ല. ഇത്ര സ്വഹീഹായ ഹദീസുകളെ കുറിച്ചല്ലേ ന്യൂനതണ്ട് എന്ന് പറഞ്ഞത്? ഇതാണ് മുജാഹിദുകളുടെ സ്വഭാവം. ഇതാണ് മുജാഹിദുകളുടെ സ്വഭാവം. നിങ്ങൾ പഠിക്കണം. എന്ത്? ഇവർക്ക് പറ്റാത്തത് കണ്ടാൽ അതിനെ ദഈഫാക്കി കളയും. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് എന്താണ്? അത് മുജാഹിദ് പ്രസ്ഥാനം. പിന്നെ ഹനീഫ മൗലവിക്ക് വേറൊരു പേരും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെന്താ അറിയോ? ഇതിൽ ഇസ്തിഗാസ ഇല്ല. ഇതിൽ ഇസ്തിഗാസ ഇല്ല. ആ ജുംല മൂപ്പർക്ക് ഒരു പേരായി നമ്മൾ കൊടുക്കുകയാണ്. കാരണം എന്താ? വ്യക്തമായ ഇസ്തിഗാസ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ഇതിൽ പച്ചയായ ഇസ്തിഗാസിന് വേറെ ഏതാ? എന്നിട്ട് മൂപ്പര് പറഞ്ഞാൽ അതിൽ ഇസ്തിഗാസ ഇല്ല, ഇതിൽ ഇസ്തിഗാസ ഇല്ല. ഈ രൂപത്തിൽ നിങ്ങൾ എടുത്തില്ലേ? ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം. വഫീഹി ഇല്ലതാനി. നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്. വഫീഹി ഇല്ലതാനി. ഞാൻ പറഞ്ഞ ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തുനിന്നത്. ഞാൻ 1ാമത്തെ മറുപടി പറഞ്ഞപ്പോ പറഞ്ഞു ന്യൂനതയുണ്ട്. അപ്പത്തൊട്ട് ആവശ്യപ്പെടാൻ തുടങ്ങി, വായിക്കണം നിങ്ങൾ സനദ്, വ്യത്യസ്തമായ സനദ്, വ്യത്യസ്തമായ മത്തിന്. ഇനി അറിയണോ സഹോദരന്മാരെ മത്തിനെന്താണെന്ന്? എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്ത്? ആരെങ്കിലും നിന്നാൽ കാമ, ആയാള് നിന്നാൽ, അദ്ദേഹം നിന്നാൽ, ആര് നിന്നാൽ പറയണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. മത്തിന് മുഴുവൻ വായിക്കണം. വായിച്ചോ? വായിച്ചില്ല. വായിക്കാൻ കഴിയുമോ? കഴിയില്ല. ഇൻഷാ അല്ലാഹ് ഈ സംവാദം കഴിയുന്നതിന് മുമ്പ് ആ മത്തിന് ഞാൻ ഇവിടെ വായിക്കും. ഇപ്പോൾ ഞാൻ വായിക്കുന്നില്ല. മുസ്ലിംമാരൊന്ന് ഉച്ചഭക്ഷണം കഴിക്കട്ടെ. കാമ, ഞാൻ പറഞ്ഞില്ലേ, ഹദീസിലെ കാമ എന്ന പദം ആരാ ഫായിൽ? ആര് നിന്നാൽ, ആര് വന്നാൽ, ആര് ചോദിച്ചാൽ ലൗജീബന്നഹു, ആർക്ക് ഉത്തരം ചെയ്യും? പറയണ്ടേ? നൗഷാദ് ഹസനി വിളിച്ചാലെന്നാണോ? അതല്ല ഫൈസൽ ഹസനി വിളിച്ചാലെന്നാണോ? കേരളത്തിലെ സമസ്തക്കാര് വിളിച്ചാലെന്നാണോ? ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും വിളിച്ചാലെന്നാണോ? അതല്ല ഏതോ ഒരു പ്രത്യേക വ്യക്തി പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സമയത്ത് വിളിച്ചാലെന്നാണോ? പറയണം. നമുക്കിനിയും ചർച്ച ചെയ്യാം. എന്റെ ഖബറിനരികിൽ പരിമിതമായി ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെ പറ്റിയുമാണോ? ആണെങ്കിൽ റസൂലിന്റെ ഔദാര്യം ഖബറിനടുത്ത് ചെല്ലുന്നവർക്ക് മാത്രമാണോ? ലോക മുസ്ലിങ്ങളെ പറ്റിയല്ല, ഉമ്മത്തീങ്ങളെ പറ്റി മുഴുവനല്ല. അതാ കാമ എന്ന് പറഞ്ഞത്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ആ മത്തിന് കൂടി വായിക്കാം.